ഇന്ന് ലോജി ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ കവർ ചെയ്യുന്ന 2 പാർട്ടായിട്ടായിരിക്കും. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിലുള്ള കോമൺ ഡൗട്ട്സ്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കോമൺ ഡൗട്ട്സ്, അതായത് 3 കോമൺ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതായത് സെക്കൻഡ് പാർട്ടിലായിരിക്കും നമ്മൾ 5 ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഏതൊക്കെയാണ് ഫണ്ട്സ് എന്നും അതുപോലെ തന്നെ നമുക്ക് ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻവെസ്റ്റേഴ്സിനുള്ള കുറച്ച് കോമൺ ഡൗട്ട്സ് ഉണ്ട്. ആ ഒരു കോമൺ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിലുള്ളൊരു കോമൺ ഡൗട്ടാണ്, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഉള്ളിലുള്ളൊരു കോമൺ ഡൗട്ടാണ്, എപ്പോഴാണ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം, അതായത് ഇപ്പോൾ SIP സ്റ്റാർട്ട് ചെയ്യാൻ ബെസ്റ്റ് ടൈം ആണോ? ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കോമൺ ഡൗട്ടാണ്. അപ്പോൾ ഈ ഒരു കോമൺ ഡൗട്ടിൻ്റെ ആൻസറാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SIP സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റേഴ്സ് എപ്പോഴാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ കംഫർട്ടബിൾ ആവുന്നത് അതാണ് SIP സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം. അതായത് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇന്നാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈം ഫോർ SIP എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് മോശമായാൽ, അതായത് SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് ലഭിക്കുമ്പോൾ ഞാൻ എൻ്റെ SIP ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ? ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ഈ ഒരു ഡൗട്ടിനുള്ള ആൻസറാണ് നോ. അതായത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് മോശമായാൽ അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് തന്നു എന്ന് കരുതി നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇക്വിറ്റി മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺ ആയാൽ, നിങ്ങളുടെ പെർഫോമൻസ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനിയുള്ളൊരു തേർഡ് കോമൺ ഡൗട്ട്, അതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഡൗട്ട് ഏരിയ ആണ്. അപ്പോൾ തേർഡ് ഡൗട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എത്ര SIP ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, അതായത് ഒരു ഇൻഡിവിജ്വൽ എത്ര SIP സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. അപ്പോൾ ഇതിനുള്ളൊരു ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അതായത് ഇനി മുന്നോട്ടേക്കുള്ള ഒരു 20 വർഷത്തെ ഫിനാൻഷ്യൽ ഗോൾസ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ലൈഫിൽ ഓരോ ഫിനാൻഷ്യൽ ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ ഓരോ ഫിനാൻഷ്യൽ ഗോൾസ് വരുമ്പോൾ ചിലപ്പോൾ സ്വന്തമായിട്ടൊരു വീട് പണിയണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാറ്, ചൈൽഡ് എഡ്യൂക്കേഷൻ, റിട്ടയർമെൻറ്റ്, ഫോറിൻ ട്രിപ്പ്, അങ്ങനെ പല പല ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് ഇനി മുന്നോട്ടേക്കുള്ള 20 വർഷത്തേക്ക് ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ്, അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളത് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഗോൾസിലും നിങ്ങൾക്ക് ഓരോ SIP നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോങ് ടേമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് SIPയിലൂടെ സാധിക്കും. ഇനി ചിലവർ ചോദിക്കാറുണ്ട്, എനിക്ക് പർട്ടിക്കുലർ ആയിട്ടൊരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് മാത്രമേ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യം, അതായത് എൻ്റെ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഞാനൊരു മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കത് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് റിസ്ക് കുറവേ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇങ്ങനത്തെ ഒരു കേസിലാണ്, അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഗോളിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ സാധിക്കാത്ത ഒരു ഫിനാൻഷ്യൽ ഗോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ ഒരു 10,000 റുപ്പീസാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ 10,000 എമൗണ്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പല SIPയിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, ഫ്ലെക്സി ക്യാപ്, അങ്ങനെ പല പല കാറ്റഗറീസിലേക്ക് നിങ്ങളുടെ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പോർഷനായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 3 ഡൗട്ട്സ്, അതായത് ഈ 3 കോമൺ ഡൗട്ട്സും ഒരുവിധം എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ ഫസ്റ്റ് സെക്ഷനിൽ ഈ 3 ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡൗട്ട് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ വരുവാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ 5 ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ നമ്മളിന്ന് 5 ഫണ്ട്സ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ 4th റാങ്ക്, ദെൻ 3rd റാങ്ക്, ദെൻ 2nd റാങ്ക്, ലാസ്റ്റ് ആയിരിക്കും നമ്മൾ 1st റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങോട്ടുള്ള ഓരോ സെക്കൻഡ്സ് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് മിസ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ റാങ്കിങ് പൊസിഷനിൽ 5th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ടാണ്. അപ്പോൾ ഏതാണ് ആ ഫണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് കാനറ റോബിക്യൂ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഫണ്ടിൻ്റെ NAV. അപ്പോൾ ഈ ഫണ്ടിൻ്റെ NAV വരുന്നത് 44.2 rupees ആണ് ഈ ഫണ്ടിൻ്റെ NAV വരുന്നത്. അപ്പോൾ NAV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ട് ആണ് NAV എന്ന് പറയുന്നത്. അപ്പോൾ കാനറ റോബിക്യൂ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ട് ആണ് 44.2 rupees എന്നുള്ളത്. ഇനി ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.34% ആണ് ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം റിസ്കോമീറ്ററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് കാണാൻ സാധിക്കും വെരി ഹൈ റിസ്ക്. അപ്പോൾ വെരി ഹൈ റിസ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ടിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് വെരി ഹൈ റിസ്ക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ കാറ്റഗറി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ലാർജ് ക്യാപ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫണ്ടാണ് ഇത്. അപ്പോൾ ഇതാണ് ഈ ഫണ്ടിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് പാസ്റ്റിൽ എത്രയൊക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു ഈ ഫണ്ടിന് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പാസ്റ്റ് 5 yearsൽ ഈ ഫണ്ടിൽ നമുക്ക് എങ്ങനെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10,000 വെച്ചിട്ട് നമ്മളൊരു SIP എമൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പാസ്റ്റ് 5 yearsൽ. അതായത് നമുക്ക് 2016 നമ്മൾ SIP എമൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു 10,000 വെച്ച്. 2021 നമ്മൾ SIP എമൗണ്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്കിതിൽ നിന്ന് എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വരുന്നത് 6 lakh ആണ്. അത് 5 yearsൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വന്നത് 6 lakh ആണ്. ഇത് നമ്മൾ 2021 നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയേക്കുന്ന സെയിൽ വാല്യൂ വരുന്നത് 10,43,239.15 ആണ് ഇതിൻ്റെ സെയിൽ വാല്യൂ വരുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4,43,239.15 ആണ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ്. സോ ഇതിനൊരു ആനുവലൈസ്ഡ് റിട്ടേൺ വരുന്നത് 22.28% ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ആനുവലൈസ്ഡ് റിട്ടേൺ വരുന്നത്. ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ്, അതായത് പാസ്റ്റ് പെർഫോമൻസ് ഓരോ ഇയറിൽ എങ്ങനെയാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും SIP റിട്ടേൺസ് ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് ആനുവലൈസ്ഡ് റിട്ടേൺ വന്നിരിക്കുന്നത് 46.04% ആണ്. സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 38.73% ആണ്. അതുപോലെ തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 29.89% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 22.28% ആണ്. അപ്പോൾ ഇതാണ് റിട്ടേൺ റേറ്റ്സ് പാസ്റ്റ് 5 yearsലെ റിട്ടേൺ റേറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ പാസ്റ്റ് 5 yearsൽ ഒരു മിനിമം 22.28% നിങ്ങൾക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് 5 yearsലും 20% എബോവ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ട് തന്നെയാണ് നമ്മുടെ കാനറ റോബിക്യൂ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 5th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട്. അപ്പം ഇനി നമുക്ക് 4th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട്, അതായത് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ 4th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ടാണ് നമ്മൾ ഇനി സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4th റാങ്കിങ് പൊസിഷനിൽ ഏത് ഫണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും UTI ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് നമ്മളിന്ന് 4th റാങ്കിങ്ങിൽ എടുത്തിരിക്കുന്ന ഫണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും NAV, അതായത് നെറ്റ് അസറ്റ് വാല്യൂ ഫണ്ടിൻ്റെ NAV വരുന്നത് 261.1642 rupees ആണ് ഈ ഫണ്ടിൻ്റെ NAV വരുന്നത്. അതായത് UTI ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ട് ആണിത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 1.1% ആണ് ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് റിസ്കോമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെരി ഹൈ റിസ്ക് ആണ് ഈ ഫണ്ടിൻ്റെ റിസ്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫണ്ടിലെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇതൊരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. ഈ ഒരു ഫണ്ടിൽ 98.04% നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 98.04%ൽ 39.76% നമ്മൾ ലാർജ് ക്യാപ്പിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 33.85% നമ്മൾ മിഡ് ക്യാപ്പിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 11.25% നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫണ്ടിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് അറിയണം. അതായത് പാസ്റ്റിൽ എങ്ങനെയൊക്കെ ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ പാസ്റ്റ് 5 yearsലെ റിട്ടേൺസ് SIP റിട്ടേൺസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ 10,000 rupees വെച്ചിട്ട് നമ്മൾ 5 yearsലേക്ക്
ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2016 നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2021 നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ 2021 നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു എമൗണ്ടിൻ്റെ 10,000 വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വന്നിരിക്കുന്നത് 6 lakh ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫണ്ട് 2021 സെയിൽ ചെയ്തപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത സെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 11,09,954.2 ആണ് നമുക്കിതിൻ്റെ സെയിൽ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,99,954.2 ആണ് ഈ ഒരു ഫണ്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് 24.85% ആണ് ഈ ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ഇയറിൽ എങ്ങനെയാണ് ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ SIP റിട്ടേൺസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫണ്ടിൽ ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 58.4% ആണ് ഈ ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഇയറിൽ ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് 49.07% ആണ്. അതുപോലെ തന്നെ തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 35.64% ആണ്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 24.85% ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും പാസ്റ്റ് 5 ഇയേഴ്സിൽ മിനിമം നിങ്ങൾക്ക് 24% റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് 5 ഇയേഴ്സിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എബോവ് 20% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫണ്ടിൽ. ഇനി നമുക്ക് അടുത്തത്, അതായത് തേർഡ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ തേർഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ടാണ്. അപ്പോൾ ഇന്നത്തെ തേർഡ് റാങ്കിങ് പൊസിഷനിൽ ഏത് ഫണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും മിറായ അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് നമ്മൾ ഇന്ന് തേർഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 100.349 ആണ് ഈ ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.7% ആണ് ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസ്കോമീറ്റർ നോക്കുകയാണെങ്കിൽ ഈ ഫണ്ടിൻ്റെ റിസ്ക് കാണാൻ സാധിക്കും വെരി ഹൈ റിസ്ക് ആണ് ഈ ഫണ്ടിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാറ്റഗറി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ് നമ്മുടെ മിറായ അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ 99.37% നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സിലേക്ക് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ 45.69% നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കും, അതുപോലെ തന്നെ 29.2% നമ്മൾ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്കും, അതുപോലെ തന്നെ 10.59% നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് പാസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമ്മളൊരു 2016 നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10,000 പെർ മന്ത് ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് SIP എമൗണ്ട് വരുന്നത്. 2021 നമ്മുടെ SIP നമ്മൾ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എത്ര റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മിറായ അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 5 ഇയേഴ്സിൽ ഈ ഫണ്ടിൽ നിന്ന് എങ്ങനെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വന്നിരിക്കുന്നത് 6 lakh ആണ്. അതായത് 5 ഇയേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6 lakh rupees ആണ്. അത് നമുക്ക് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 11,16,630.47 ആണ് ഇതിൻ്റെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫണ്ടിലേക്ക് പാസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 5,16,630.47 ആണ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ്. അതുപോലെ തന്നെ ആനുവലൈസ് റിട്ടേൺ വരുന്നത് 25.1% ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വരുന്നത്. ഇനി നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ഇയറിൽ എങ്ങനെയാണ് ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിലേക്ക് വരുവാണെങ്കിൽ ആനുവലൈസ് റിട്ടേൺ കാണാൻ സാധിക്കുന്നത് 57.85 ആണ് ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 48.18% ആണ് നമുക്ക് റിട്ടേൺ റേറ്റ്സ് കാണാൻ സാധിക്കുന്നത്. തേർഡ് ഇയറിൽ 35.54%, ഫിഫ്ത്ത് ഇയറിൽ 25.1%. അപ്പോൾ പാസ്റ്റ് 5 ഇയേഴ്സിൽ റിട്ടേൺ റേറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും മിനിമം നിങ്ങൾക്ക് 25% റിട്ടേൺ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മിറായ അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഇനി നമുക്ക് സെക്കൻഡ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഫോർത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട്, അതുപോലെ നമ്മുടെ സെക്കൻഡ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും പരാഗ് പരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് നമ്മുടെ ഇന്ന് സെക്കൻഡ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 49.103 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.88% ആണ് ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസ്കോമീറ്റർ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ റിസ്ക് കാണാൻ സാധിക്കും. വെരി ഹൈ റിസ്ക് ആണ് ഈ ഒരു ഫണ്ടിനുള്ളത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ കാറ്റഗറി വരുന്നത് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 65.35% നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ 35.55% നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കും, അതുപോലെ തന്നെ 8.73% നമ്മൾ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്കും, അതുപോലെ തന്നെ 19.22% നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫണ്ടിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺ റേറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് പാസ്റ്റ് 5 ഇയേഴ്സിൽ എങ്ങനെയൊക്കെ നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ 10,000 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾ SIP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2016 നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 നിങ്ങളുടെ SIP നിങ്ങൾ സെയിൽ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വരുന്നത് 6 lakh ആണ്. ഈ ഒരു ഫണ്ടിൽ നിങ്ങളുടെ സെയിൽ വാല്യൂ 2021 നിങ്ങൾ സെയിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തത് 11,61,487.93 ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,61,487.93 ആണ് ഇതിന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ്. സോ ഇതിൻ്റെ ഒരു ആനലൈസ് റിട്ടേൺ വരുന്നത് 26.75% ആണ് ഇതിൻ്റെ ആനലൈസ് റിട്ടേൺ വരുന്നത്. ഇനി നമുക്ക് ഇൻഡിവിജ്വലി ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺ റേറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ SIP റിട്ടേൺസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 55.89% ആണ് ഫസ്റ്റ് ഇയർ ആനലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത്. സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 49.81% ആണ്. തേർഡ് ഇയർ 37.5% ആണ്. ഫിഫ്ത്ത് ഇയറിൽ നോക്കിയാൽ 26.75% ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ റേറ്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ പാസ്റ്റ് 5 ഇയേഴ്സിൽ മിനിമം നിങ്ങൾക്ക് 26% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ടാണ് പരാഗ് പരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഫിഫ്ത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും കോണ്ട് ആക്റ്റീവ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് നമ്മുടെ ഫസ്റ്റ് റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 393.9973 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.5% ആണ്. ഇനി റിസ്കോമീറ്ററിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ലോ ടു മോഡറേറ്റ് ആണ് ഈ ഒരു ഫണ്ടിൻ്റെ റിസ്ക് വരുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് മൾട്ടി ക്യാപ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൽ 93.58% നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ 39.3% നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കും, അതുപോലെ 9.3% നമ്മൾ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്കും, അതുപോലെ തന്നെ 29.52% നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് പാസ്റ്റ് 5 ഇയേഴ്സിൽ എങ്ങനെയാണ് ഈ ഫണ്ടിൽ പെർഫോമൻസ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 10,000 വെച്ചിട്ട് നമ്മൾ SIP നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2016 നമ്മൾ SIP നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ SIP എൻഡിങ് ഡേറ്റ് വരുന്നത് 2021 ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വരുന്നത് 6 lakh rupees ആണ്. ഈ ഒരു ഫണ്ടിൻ്റെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത് 12,96,416.95 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 6,96,416.95 ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് പാസ്റ്റ് 5 ഇയേഴ്സിൽ. അപ്പോൾ ഇതിൻ്റെ ആനുവലൈസ് റിട്ടേൺ വരുന്നത് 31.38% ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വരുന്നത്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പാസ്റ്റ് 5 ഇയേഴ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 77.97% ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 68.38% ആണ്. അതുപോലെ തന്നെ തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 47.72% ആണ്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 31.38% ആണ്. അപ്പോൾ ഇതാണ് പാസ്റ്റ് 5 ഇയേഴ്സിൽ റിട്ടേൺ റേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പാസ്റ്റ് 5 ഇയേഴ്സിൽ മിനിമം നിങ്ങൾക്ക് 31% റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ടാണിത്. അപ്പം ഇതാണ് ഈ ഫണ്ടിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച ടോപ്പ് 5 ഫണ്ട്സ്.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ഫണ്ട്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൽ 2 ഫണ്ട്സിൻ്റെ, അതായത് Parikh ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ Mirea അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.